ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, ആൾക്കാരെ ചിരിപ്പിക്കാനാണ്. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്യും. ത്രില്ലറും ആക്ഷനിലും ഒക്കെ ഒരു ഗുണം വെച്ചാൽ കുറെ ഷോട്ടുകൾ എടുത്ത് മ്യൂസിക് ഇട്ട് കയറ്റി ആൾക്കാരുടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാം. പക്ഷെ ആൾക്കാർ ചിരിക്കണമെങ്കിൽ നല്ല കറക്റ്റ് സിറ്റുവേഷൻ, കറക്റ്റ് ടൈമിങ്, കറക്റ്റ് മോഡുലേഷൻ, പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളൊരു ഹ്യൂമർ സിനിമ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. പക്ഷെ പിന്നെ കുറെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ നുണക്കുഴി ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, പണ്ടും വേറെ പയ്യൻ വിളിച്ചു, ചേട്ടൻ എന്തിനാ ഇങ്ങനത്തെ പടമൊക്കെ ചെയ്യുന്നത്, ചേട്ടൻ വല്ല ത്രില്ലർ സിനിമ ചെയ്താൽ പോലെ. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഇനി ഇങ്ങനത്തെ സിനിമ ചെയ്യും, എൻ്റെ ഇങ്ങനത്തെ സിനിമയാകുമ്പോൾ മോൻ തിയേറ്ററിൻ്റെ ആ ഏരിയയിലേക്ക് പോയെന്ന് പറഞ്ഞു. കാരണം അവന് ഇഷ്ടമല്ല ഞാൻ അങ്ങനത്തെ പടം ചെയ്യും. അത് ചിലർക്ക് അങ്ങനെയുണ്ട്. പക്ഷെ എന്നോടൊരു ഒരു ഡോക്ടറെ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുള്ളിയുടെ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഡിസ്കഷൻ നുണക്കുഴിയായിരുന്നു. അപ്പോൾ അവിടെ അവരൊരു 7 പേര് സിനിമയ്ക്ക് കയറി ഒരു മോളിൽ, ഇവിടെ എറണാകുളത്തെ മോൾ. അപ്പം അതിനകത്ത് ഇൻ്റർവെലായപ്പം 2 പേര് ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോയി. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമ. ബാക്കി 5 പേര് അവിടെ ഇരുന്ന് സിനിമ കണ്ടു. അവരിറങ്ങി വന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ കാഴ്ചപ്പാടുകളാണ്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ചിലർ മെമ്മറീസ് പറയും, ചിലർ ദൃശ്യം പറയും, ചിലർ മൈവോസ് പറയും, ലൈഫ് ഓഫ് ജോസഫ്, ചില അമ്മമാരോട് ചോദിച്ചാൽ പറയും മമ്മി മനസ്സിലായി, റിലേറ്റഡ്. എന്നാൽ ഒത്തിരി പേര് പറയുന്ന അതുപോലെ പറയുന്ന ഒരു ഇതാണ്, പുറത്തൊക്കെ ഉള്ളവർ പറയുന്നതാണ് ലൈഫ് ഓഫ് ജോസഫ്. ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെയാണ്. അത് നമുക്ക് എല്ലാവരെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന സിനിമ ചെയ്യാൻ പറ്റും.